ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത്. ആ 5 സയൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമാണ് ഈ വീഡിയോ പാർട്ട് 2. ഓക്കെ. ബേസിക്കലി നമ്മുടെ ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ അനുഭവിച്ചു വരുന്നൊരു കാര്യമാണ് അമിനോറിയ, അഥവാ പീരീഡ്സ് ആവുന്നില്ല അല്ലെങ്കിൽ പീരീഡ്സ് ലേറ്റ് ആവുന്നു എന്നുള്ളത്. പീരീഡ്സിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കറക്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 28 ഡേയ്സ് ആണ്. അത് ഒരു 2 or 3 or 4 ഡേയ്സ് ഒന്ന് ഡിലേ ആയാലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ആയി എന്നൊക്കെ വരാം, ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ പക്ഷെ ഒരു ആപ്പും ഇറങ്ങിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ, ആൻഡ് ഐ തിങ്ക് വെരി ഹെൽപ്ഫുൾ ആണത്. നമ്മുടെ എപ്പോൾ ആവുന്നു എന്നുള്ളതിൻ്റെ ഡേറ്റും അതേമാതിരി ഓവുലേഷൻ ഡേറ്റ് ഇതൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇനി ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡയറിയിലും അവിടെയും ഇവിടെ എഴുതി വെക്കുന്നതിനെക്കാട്ടും എത്രയോ ഭേദമാണ് നമ്മുടെയൊക്കെ മൊബൈലിൽ ആ ആപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് മച്ച് ബെറ്റർ. അപ്പോൾ ആപ്പ് തന്നെ നമ്മളോട് കറക്റ്റായിട്ട് പറയും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ഓക്കെ. പീരീഡ്സ് ലേറ്റ് ആവുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഹോർമോൺസിൻ്റെ ഇംബാലൻസും ആയുർവേദത്തിൽ എന്താണ് ചികിത്സ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതാണ്. അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യണം, ആൻഡ് ഡോണ്ട് സ്കിപ്പ്. ഓക്കെ, ഫുൾ വീഡിയോ കാണണം. സോറി, മിസ്റ്റേക്ക്. അപ്പോൾ ബേസിക്കലി ആയുർവേദത്തിന് ഏത് അസുഖമാണെങ്കിലും എപ്പോഴും ഞാൻ പറയാറുണ്ട്, വയറ് ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഈ ഒരു പ്രശ്നത്തിനും ഇത് തന്നെയാണ്. ഇവിടെ ഇതിനെ നമ്മൾ പല പേരുകളും നമ്മൾ പറയും. ആർത്തവ ദുഷ്ടി എന്നും പറയും, രക്തദുഷ്ടി എന്നും പറയും, ഇങ്ങനെ പല പേരുകളും പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ത്രിദോഷങ്ങൾ ആകെ ഇംബാലൻസ് ആയിട്ട് കിടക്കുകയാണ്. വാതം, പിത്തം, കഫം ആകെ പ്രശ്നമാണ്. ഒരു റോഡ് പണി നടക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ 3 ദോഷങ്ങളും ഇംബാലൻസ് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാതവും പിത്തവുമാണ് ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ദോഷത്തിന് ബാലൻസ് ചെയ്യാനുള്ള മരുന്നുകളും ആഹാര രീതികളാണ് നമ്മൾ ചെയ്യണത്. അത് ഒരു ആയുർവേദ ഡോക്ടർക്ക് അറിയൂ ഏതൊക്കെ ആഹാര രീതിയാണ് എന്താണെന്നൊക്കെ. ഓക്കെ. ഇനി ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആർത്തവ ദുഷ്ടിയും രക്തദുഷ്ടിയും. അതായത് ആർത്തവം മീൻസ് ആ മെൻസ്ട്രൽ ബ്ലഡിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ. രക്തദുഷ്ടി എന്ന് പറഞ്ഞാൽ അശുദ്ധമായിട്ടുള്ള രക്തം അല്ലെങ്കിൽ ഒരു വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ കിടക്കുകയാണ്. ആ വേസ്റ്റിന് പുറത്തേക്ക് പോകണം. അപ്പോൾ വേസ്റ്റുകൾ എപ്പോഴും ശരീരത്തിൽ കിടക്കുമ്പോൾ അറിയാം അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് വയറ് ശരിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ വയറും പ്രശ്നമാണ്, നമ്മുടെ മൈൻഡും പ്രശ്നമാണ്. മാനസികമായിട്ടുള്ള പ്രശ്നം ഇതിനുണ്ടാവും. മാനസികം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചല്ല, മാനസിക രോഗമല്ല ഉദ്ദേശിച്ച. ആയുർവേദത്തിൽ പറയുന്ന ഒരു വേർഡാണ് മാനസികം എന്ന് വെച്ചാൽ. സ്ട്രെസ് ആവാം, തലവേദന ആവാം, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവാം, എല്ലാം ഓവർ തിങ്കിങ് എല്ലാം അതിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വയറ് ശരിയാക്കാനുള്ള മരുന്നുകളാണ് ആദ്യം നിങ്ങൾക്ക് തരിക. വയറ് ശരിയാവാനും വയറ്റിൽ നന്നായിട്ട് പോകാനായിട്ടുള്ള മരുന്നുകൾ. അപ്പോൾ അഗ്നി അവിടെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ശരിയായാലും ബാക്കി എല്ലാം ശരിയായി. പിന്നെ നമുക്ക് ഒരുപാട് മരുന്നുകൾ, നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാം, ഈ അശോകാരിഷ്ടം ബെസ്റ്റ് മെഡിസിനാണ്. അശോകം ആ പ്ലാന്റ്, ഇതിൽ നല്ലൊരു ചെടി ഈ ലോകത്ത് തന്നെ ഇല്ല. അശോകാരിഷ്ടം നല്ലതാണ്, കുമാരിയാസവം നല്ലതാണ്, രജപ്രവർത്തിനി വടി എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയുണ്ട്, അത് വളരെ നല്ലതാണ്. പക്ഷെ എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ഓൾവേസ് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ നേരിട്ട് നിങ്ങൾ ഒരിക്കലും മരുന്ന് കഴിക്കരുത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്നുകളും നല്ലതാണ്. രക്തം കൂടാനുള്ള മരുന്നുകളും കാര്യങ്ങളും നല്ലതാണ്. ബീറ്റ്റൂട്ട് നല്ലതാണ്, മാതളം നല്ലതാണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഓൾവേസ് ചെക്ക്, നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ. അങ്ങനെ ഇതെല്ലാം കൈൻഡ് ഓഫ് റിലേറ്റഡ് ആണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ തൈറോയിഡ് ഉണ്ടോ എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യണം. PCOD ഉണ്ടോ എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ഇൻറ്റേർണലി നിങ്ങൾക്ക് തരും. അതിൻ്റെ കൂടെ ഇത് മാറിയില്ലെങ്കിൽ പിന്നെയാണ് നമ്മൾ പഞ്ചകർമ്മേനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പഞ്ചകർമ്മയിൽ വിരേചനം, അതായത് വയറ്റ് ഇളക്കി കളയുക എന്നുള്ളതാണ്. ഒരു ദിവസം മൊത്തമായിട്ടൊരു പ്രൊസീജിയറാണത്. വയറിളക്കി കളയുക, നല്ലോണം നമുക്ക് പോകണം, മിനിമം ഒരു 10-11 ടൈംസ്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വസ്തി, വയറിനുള്ളിലേക്ക് കഷായ മരുന്നുകളൊക്കെ കയറ്റുക എന്നുള്ളതാണ്. വസ്തി, പലതരത്തിലുള്ള വസ്തിയുണ്ട്. പിന്നെ നസ്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കഫം ഇവിടെ ബാലൻസ് ആയിട്ട് കിടക്കണം. അപ്പോൾ തലയിലത്തെ കഫവും എല്ലാം കൂടി പുറത്തേക്ക് പോയാൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. നസ്യം. അപ്പോൾ പഞ്ചകർമ്മ ഇതിൻ്റെ വലിയൊരു വിഭാഗം തന്നെയാണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും ആദ്യം ശ്രദ്ധിക്കാതെ പിന്നീട് അത് 1 മാസം ഡിലേ ആയി, 2 മാസം ഡിലേ ആയി. ഓക്കെ, തുടക്കത്തിൽ ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾക്ക് ഇത് ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ആയി. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി 1-2 മാസമൊക്കെ ചിലപ്പോൾ ഡിലേ ആവാം, ഇറ്റ്സ് ഓക്കെ.
ആദ്യമായിട്ടാവുമ്പോൾ. പക്ഷെ അതിന് ശേഷം നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ചികിത്സകൾ മെയിനായിട്ട് ഇതൊക്കെയാണ്. ബാക്കി നമ്മുടെ ആഹാര രീതിയിൽ രക്തം ഉണ്ടാവാൻ ഈ പ്രണമരി ബീറ്റ്റൂട്ട്. പക്ഷെ വേറൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡി ഞാനിപ്പോൾ മനസ്സിലാക്കി. അതായത് സിസിഎം സീഡ്സ്, തില എന്ന് പറയില്ലേ, ഈ സിസിഎം സീഡ്സ് കുറച്ചെടുത്തിട്ട് ഒരു ടീസ്പൂണൊക്കെ എടുത്ത് ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക, ഒരു 2 കപ്പ്. എന്നിട്ട് അത് ഒരു കുറച്ച് ഒന്ന് അര ഭാഗമായിട്ട് വറ്റിക്കഴിയുമ്പോൾ അത് നിങ്ങൾ സ്ട്രെയിൻ ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് രാത്രി കുടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 7-ാം തീയതി ആണോ 8-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ നിങ്ങൾ കുടിച്ചു തുടങ്ങിക്കോളൂ. നല്ല റിസൾട്ട് ഒരുപാട് പേർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇതൊന്നും ചെയ്യരുത്. ബട്ട് സ്റ്റിൽ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് അണ്ടർ ദ കമൻറ്റ് ബോക്സ്.